തവണയും ഗുജറാത്തിനെ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന മോദി സർക്കാരിന്റെ മനോനില തെറ്റി. എല്ലാ പ്രാവശ്യത്തെയും പോലെ ബിജെപിക്കൊട്ടും ഭയപ്പെടേണ്ട സംസ്ഥാനമല്ല ഗുജറാത്ത് എന്ന് കരുതിയിരിക്കുന്ന മോദിക്കും ഷായ്ക്കുമെല്ലാം വൻ തിരിച്ചടിയാണ് ഗുജറാത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. കാരണം വേറൊന്നുമല്ല, നിലവിലെ അവിടുത്തെ രാഷ്ട്രീയ രീതികൾ മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. 2 ദിവസം മുമ്പ് പുറത്തു വന്ന വാർത്തയും അതിന് പിന്നാലെയുള്ള കുറച്ച് അപ്ഡേഷനുകളുമെല്ലാം കാണുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇനി ബിജെപി ഗുജറാത്ത് ഭയക്കണമെന്നുള്ളത്. അതായത് 2 സ്ഥാനാർത്ഥികൾ അവരുടെ പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മത്സരിക്കാൻ വിസമ്മതിച്ചതാണ് ബിജെപിക്ക് ഏറ്റവും വലിയ തലവേദനയായത്. ഇതോടെ ഗുജറാത്തിലെ ബിജെപിയുടെ കരുത്തറ്റ ശക്തിക്ക് വിള്ളൽ വീണിരിക്കുകയാണ്. മാത്രമല്ല, അവിടെയുള്ള ജനങ്ങൾ ഇറങ്ങി ബിജെപി ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുന്നതും വലിയൊരു പ്രശ്നത്തിന് ഉടലെടുക്കുകയാണ്. ഗുജറാത്തിൽ ബിജെപി പിടിച്ചെടുക്കും, അവിടെയെല്ലാം കൊണ്ട് ബിജെപി ഭരിക്കുമെന്ന് പ്രചരിപ്പിക്കുന്ന ചില സംഘപരിവാർ ചാനലുകൾ ഈ പ്രതിഷേധത്തിന്റെ വിഷ്വലൊന്നും ജനങ്ങളെ കാണിക്കുന്നില്ല. കാരണം അത്രമേൽ പറഞ്ഞു ധരിപ്പിച്ചിരിക്കുകയാണ് ഗുജറാത്തിലെ ബിജെപിയുടെ ശക്തിയെക്കുറിച്ച്. പക്ഷേ ഈ കാണുന്നത് ബിജെപിക്കെതിരെ നടത്തുന്ന ഒരു പ്രതിഷേധമാണ്. ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മതിലുകൾ ചാടിക്കയറിയും റോഡുകൾ ഉപരോധിച്ചും ആൺ പെൺ വ്യത്യാസമില്ലാതെ നടത്തുന്ന ഒരു പോരാട്ടം. അവർ ഒരു നേതാവിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്. വേറെ ആരുമല്ല, എല്ലാവരും കരുതും മോദി ആയിരിക്കുമെന്ന്. കാരണം ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് മോദിക്കാണ്. എന്നാൽ അവർ ആ ഒരു നേതാവിനെ അല്ല വിളിക്കുന്നത്. വേറെ ആരുമല്ല, ബിജെപിയിൽ മത്സരിക്കാൻ വിസമ്മതിച്ച ഭികാജി താക്കൂറാണ്. വ്യക്തിപരമായ കാരണങ്ങളാൽ മത്സരിക്കാൻ തയ്യാറല്ലെന്നാണ് ഭികാജി താക്കൂർ നേരത്തെ ബിജെപി അറിയിച്ചതും സോഷ്യൽ മീഡിയയിൽ കുറിച്ചതുമെല്ലാം. എന്നാൽ ഇദ്ദേഹത്തിന് സീറ്റ് നൽകിയതിൽ അതൃപ്തരായവർ ജാതിയെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് ഭികാജി താക്കൂറിന്റെ പിന്മാറ്റത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഭികാജി താക്കൂറിന് വേണ്ടി ജനങ്ങൾ ഇങ്ങനെ പ്രതിഷേധവുമായി ആളിക്കത്തുമ്പോൾ കാണാൻ കഴിയുന്നത് ബിജെപിയുടെ എല്ലാ പദ്ധതികളും പൊളിയുന്ന ഒരു അവസ്ഥയാണ്. ഷബർഗദ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ആരവല്ലി ജില്ലയിലെ പ്രദേശത്തെ ജനങ്ങളാണ് ആരവല്ലിയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് വലിയ പ്രതിഷേധവുമായി എത്തുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ബിജെപി തങ്ങളുടെ ഭികാജി നേതാവിനെ ചതിച്ചിരിക്കുക എന്നതാണ്. മാത്രമല്ല, ആ ചതിക്ക് ബിജെപി മാപ്പ് പറയണമെന്നും. അതല്ല എങ്കിൽ തങ്ങളുടെ പ്രതിഷേധം വോട്ടുകളായി ഉണ്ടാകുമെന്നാണ് അവർ വെല്ലുവിളിക്കുന്നത്. എന്നാൽ ഈ ഒരു തീരുമാനമാണ് ഇപ്പോൾ ബിജെപിയെ അടപടലം പൊളിക്കുന്നത്. ജാതിയെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന് ഉടലെടുത്തത്. അതായത് ബിജെപി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബിജെപിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ ജാതീയമായി അധിക്ഷേപിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിന്നതിൽ നിന്ന് മാറി. അവിടെ നിന്ന് ബിജെപിക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായത്. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് അവരുടെ ഒരു മനക്കോട്ട തന്നെയാണ്. എന്നാൽ ഇത്തവണ കോൺഗ്രസിന് ഗുജറാത്തിൽ സീറ്റുകൾ കൂടുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, ഈ താക്കൂറിന്റെ പ്രതിഷേധത്തിലാണ് ജനങ്ങളെല്ലാം ആളിക്കത്തുന്നതും. അതുകൊണ്ട് തന്നെ താക്കൂറിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും ബിജെപിയിൽ നിന്ന് പിന്മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ബിജെപിയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് മാപ്പ് പറച്ചിൽ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ഗുജറാത്ത് മോദിക്ക് പിടിച്ചടക്കാൻ സാധിക്കില്ല എന്നാണ് ഒരു റിപ്പോർട്ടുകൾ വരുന്നത്.